കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നിധിയും സുധീഷും നികേഷും എല്ലാവരും കൂടി സുഭാഷിന് വേണ്ടി പെണ്ണാലോചിച്ച് സുനന്ദയുടെ വീട്ടിലേക്ക് ചെല്ലുന്നതാണ് കാണുന്നത്. അവിടെ ചെന്നപ്പോഴേക്കും ലളിതയും സുനന്ദയും അച്ഛനാണെങ്കിലൊക്കെ വല്ലാത്തൊരു പെരുമാറ്റം. അയാൾ കുറെ ചീത്തയൊക്കെ പറയുന്നുണ്ട്. നാണമുണ്ടോടാ ഇങ്ങോട്ടേക്ക് വരാൻ? അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആകെ നാണം കെടുത്തി വിടും. അങ്ങനെ ഒടുവിൽ വല്ലാത്തൊരവസ്ഥയിൽ നാണം കെട്ടുകൊണ്ടാണ് അവർ തിരികെ വീട്ടിലേക്ക് വരുന്നത്. ആ സമയത്ത് തന്നെ ഭാസ്കരൻ അവിടെ ഉണ്ടായിരുന്നു. ഭാസ്കരൻ നിധിയോട് കുറെ ചൂടായി സംസാരിക്കുന്നുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലായിരുന്നോ വേണ്ടാത്ത പണിക്കൊന്നും പോകരുത് എന്ന്? ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും എന്നെ അനുസരിച്ചോ? ഇപ്പൊ എന്തായി? എല്ലാം നിന്റെ ബുദ്ധിയായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് നിധിയോട് അയാൾ അങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കാണ്. അന്നേരം നിധി പതുക്കെ പറയുന്നുണ്ട്, അത് പിന്നെ അച്ഛാ. ഉടനെ ഭാസ്കരൻ കയറി അങ്ങ് പറഞ്ഞു, ഒന്നും മിണ്ടാതിരിക്ക്. മുതിർന്നവർ പറയുന്നത് കുറച്ചൊക്കെ അനുസരിക്കണം. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇതൊക്കെ എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. ആ സുനന്ദ എന്ന് പറയുന്ന പെണ്ണിനോട് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഒരിക്കലും എനിക്ക് സമ്മതമല്ല. അവൾ ഈ വീട്ടിൽ വെച്ച് വാടിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല മോനെ. എന്റെ സുഭാഷിന് ഇതിലും നല്ല പെണ്ണുങ്ങൾ 100 വരും. അവളെ പോലെ ഒരുത്തി ഈ വീടിന് ചേരില്ല. അല്ലെങ്കിലും എന്റെ പെങ്ങളാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആ ലളിതയുടെ സ്വഭാവം ഒട്ടും തന്നെ ശരിയല്ല എന്നൊക്കെ പറയാണ് ഭാസ്കരൻ. ഇത് കേട്ടപ്പോൾ നിധി വീണ്ടും പറഞ്ഞു, അല്ല അച്ഛാ, അത് പിന്നെ എന്ന് പറയുമ്പോഴേക്കും പക്ഷേ ഭാസ്കരൻ വിട്ടുകൊടുക്കുന്നില്ല. മോളെ, ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഇതിന് വെറുതെ മെനക്കെട്ടിട്ട് പോകേണ്ട എന്ന്. എന്നിട്ട് ഇവന്മാരെയും കൂട്ടിയിട്ട് നീ അങ്ങോട്ടേക്ക് പോയിരിക്കുന്നു. അല്ല, നിനക്കെന്താ തലക്കകത്ത് ഓളമാണ്? നിങ്ങൾക്കറിയാവുന്നതല്ലേ ലളിതയുടെ സ്വഭാവം. എന്നിട്ട് നിങ്ങൾ എന്തിനാ അങ്ങോട്ടേക്ക് പോയത് എന്നൊക്കെ ചോദിച്ചു കൊണ്ട് തന്നെ ഭാസ്കരൻ കുറേ അങ്ങ് ചീത്ത പറയാണ്. അത് കേട്ടപ്പോൾ സുധീഷ് ഇടക്ക് കയറി പറഞ്ഞു, അത് പിന്നെ അച്ഛാ, നിധി പറഞ്ഞു കഴിഞ്ഞപ്പോൾ. പക്ഷേ ഭാസ്കരൻ അവനെ അടക്കി. നീ കൂടുതലൊന്നും മിണ്ടരുത്. ആ സമയം നികേഷ് കുറച്ച് ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? എല്ലാം അച്ഛൻ കാരണം തന്നെയല്ലേ? ഇത് കേട്ടപ്പോ ഭാസ്കരൻ അങ്ങ് ഞെട്ടിപ്പോയി. എന്ത്? ഞാൻ? ദേഷ്യത്തോടെ ഞാനോ എന്ന് ചോദിക്കാൻ അയാള്. അതെ, അച്ഛൻ അമ്മയെ കൊന്നതുകൊണ്ടല്ലേ ഞങ്ങൾക്കൊരു വീട്ടിൽ കയറാൻ പോലും പറ്റാത്തത്? സ്വന്തം ബന്ധുക്കൾ പോലും ഞങ്ങളെ ആട്ടി അകറ്റുന്നത് അച്ഛന്റെ സ്വഭാവം കാരണമാണ്. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ഒരു പാപിയെ പോലെ നിൽക്കുന്നു. എല്ലാം അച്ഛൻ കാരണമാണെന്നൊക്കെ പറഞ്ഞ നികേഷ് ഭാസ്കരനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കാണ്. അന്നേരം നിധി അവനെ തടഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, വേണ്ട നികേഷേ, അങ്ങനെയൊന്നും പറയല്ലേ. പക്ഷേ അവൻ നിർത്തുന്നില്ല. പിന്നല്ലാതെ സുഭാഷേട്ടന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയത് കാരണം അച്ഛനാണ്. ഞങ്ങൾ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ജനിച്ചതു മുതൽ ഞങ്ങൾ കാണുന്ന അവഗണനയാണിത്. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഞങ്ങളെ കണ്ണെടുത്താ കണ്ടുടാ. ഇതിനെല്ലാം കാരണക്കാരൻ ആര്? ഈ സമയത്തിന്റെ ഭാസ്കരന് അത് തീരെ സഹിച്ചില്ല. അതേടോ, ഇനി എല്ലാവരും കൂടി ഇതും കൂടി എന്റെ തലയിലേക്ക് അങ്ങ് കെട്ടിവെച്ചോ എന്ന് അയാൾ പറഞ്ഞു. ആ സമയത്താണ് ഈ കാര്യങ്ങൾക്കാരന് കൊണ്ട് തന്നെ സുഭാഷ് അങ്ങോട്ടേക്ക് വരുന്നത്. പെണ്ണ് കാണാൻ പോയ കാര്യമെല്ലാം തന്നെ സുഭാഷ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പണിസ്ഥലത്ത് നിന്നാണ് അവൻ അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. സുഭാഷ് വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങളൊക്കെ ഈ കാണിച്ചു കൂട്ടുന്നത്? ഭാസ്കരൻ പറഞ്ഞു, ദേ ഈ നിൽക്കുന്ന നിന്റെ അനുജന്മാരോടും ദേ അവളോടും ചോദിച്ചു നോക്കിയെന്ന് പറയും. സുഭാഷ് നിധിയോട് ചോദിക്കുന്നുണ്ട്, എന്താ നിധി ഇത്? അവൾ വിക്കി വിക്കി പറഞ്ഞു, അത് പിന്നെ സുഭാഷ് ഏട്ടാ, ഞങ്ങൾ. ഉടനെ സുഭാഷ് സുധീഷിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അങ്ങ് ചൂടാവാണ്. നീ എന്ത് കാണിക്കാനാടാ സുനന്ദയുടെ വീട്ടിലേക്ക് ചെന്നത്? നീയൊക്കെ കൊച്ചു കുട്ടികളാണോ? അവരുടെ വീട്ടിലേക്ക് ചെന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും പ്രതികരണമെന്ന് ഞാൻ നിന്നോടൊക്കെ പറഞ്ഞതല്ലേ? എനിക്ക് കല്യാണം ആലോചിച്ച് അങ്ങോട്ടേക്ക് ചെല്ലണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. അവളെ തന്നെ കെട്ടണമെന്ന് ഞാൻ വാശി പിടിച്ചോ? നിധി പതുക്കെ പറഞ്ഞു, സുഭാഷ് ഏട്ടന് സുനന്ദയെ ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ. പക്ഷെ സുഭാഷ് പറയുന്നത്, ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എല്ലാവരും കല്യാണം കഴിക്കാൻ പറ്റുമോ? എടാ, ഈ പരിപാടിക്ക് പോകുന്നതിന് മുൻപ് ഒരു വാക്ക് എന്നോടൊന്ന് ചോദിക്കാമായിരുന്നു. ഇങ്ങനെ നാണം കെട്ടിട്ട് വരാൻ വേണ്ടിയിട്ടാണോ നീയൊക്കെ അങ്ങോട്ടേക്ക് പോയത്? ആൾക്കാരുടെ മുന്നിൽ നമ്മളെ വീണ്ടും പരിഹാസ കഥാപാത്രമാക്കിയില്ലേ നീയൊക്കെ? ഇത് കേട്ടപ്പോ നിധി പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല സുഭാഷ് ഏട്ടാ. സുനന്ദയുടെ മനസ്സൊക്കെ എനിക്കറിയാം. സുഭാഷ് ഏട്ടന് വേറൊരു വിവാഹം ആലോചിച്ചാൽ സുനന്ദക്ക് അത് താങ്ങാൻ പറ്റില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. സുഭാഷ് ഏട്ടന്റെ മനസ്സിലും അവളാണ്. സുഭാഷൻ തർപ്പിച്ചു പറഞ്ഞു, അതൊന്നും എനിക്കറിയണ്ട. എനിക്ക് അവളെ വേണ്ട. ഇനി മേലാൽ ഈ കല്യാണാലോചനയുമായി അങ്ങോട്ടേക്ക് പോയേക്കരുത്. എന്റെ അനുമതിയില്ലാതെ ആരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത്. ഈ 2-3 ദിവസങ്ങളായിട്ടുള്ള ഗൂഢാലോചന ഇതായിരുന്നു അല്ലേ? നിധി വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയെങ്കിലും സുഭാഷ് ദേഷ്യപ്പെട്ടു. നിധി, വേണ്ട, ഞാൻ പറഞ്ഞല്ലോ, എന്നോട് ഇത്തിരിയെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യരുത് പ്ലീസ്. എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് ഒരു വാക്കെങ്കിലും എന്നോട് ചോദിക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് ദേഷ്യപ്പെട്ട് സങ്കടത്തോടു കൂടി തന്നെ അകത്തേക്ക് അങ്ങ് കയറിപ്പോയി. അന്നേരം നിധിക്കും അത് വല്ലാത്ത സങ്കടമായിരുന്നു. കാരണം അവൾ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല. നികേഷും ഹരീഷും അങ്ങോട്ടേക്ക് മാറിയപ്പോൾ സുധീഷ് വന്ന് നിധിയെ ആശ്വസിപ്പിച്ചു. സാരമില്ല നിധി, സുഭാഷ് ഏട്ടന് ഇപ്പൊ ദേഷ്യവും സങ്കടമൊക്കെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെ നിന്നോട് പറഞ്ഞത്. അതൊക്കെ മാറിക്കഴിയുമ്പോൾ എല്ലാം ശരിയാവും. ഏട്ടൻ ആരോടും ഇങ്ങനെ ദേഷ്യം വെച്ചുകൊണ്ടിരിക്കുന്ന ആളൊന്നുമല്ല. അങ്ങനെ എല്ലാവരും പോയി നാണം കെട്ടല്ലോ എന്നോർത്തുള്ള വിഷമമാണ് പുള്ളിക്ക്. അത് കേട്ടപ്പോൾ നിധിക്കും വല്ലാത്ത കുറ്റബോധമായി. കുറച്ചു കഴിഞ്ഞപ്പോൾ നിധി സുഭാഷിന്റെ അടുത്തേക്ക് ചെല്ലിയ അവൻ അവിടെ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. നിധി ചെന്ന് പതുക്കെ സുഭാഷ് ഏട്ടനോട് പറയുന്നുണ്ട്, സോറി സുഭാഷ് ഏട്ടാ,
സുഭാഷ് ഏട്ടൻ ഇത് ഇത്രക്ക് വലിയ വിഷമമാവുമെന്നും ഞാൻ കരുതിയില്ല. സുഭാഷ് പറഞ്ഞു, സാരമില്ല നിധി, പോട്ടെ. നിനക്കറിവില്ലാത്തത് കൊണ്ടല്ലേ നീ അങ്ങനെയൊക്കെ ചെയ്തത്. നിധി പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടന്റെയും സുനന്ദയുടെയും വിവാഹം നടക്കണമെന്ന് ഞാൻ ഒരുപാടധികം ആഗ്രഹിച്ചു. അത്രക്കധികം ഇഷ്ടമാണല്ലോ സുഭാഷ് ഏട്ടനെ അവളെ. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, ഇഷ്ടമാണെന്ന് വെച്ച് ആ വീട്ടുകാരുടെ സ്വഭാവം അറിഞ്ഞതുകൊണ്ട് നിർബന്ധം പിടിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ നിധി. എന്നിട്ട് നീ എന്തിനാ അവിടെ പോയിട്ട് നാണം കെടാൻ നിന്നത്? നിധി പറയുന്നുണ്ട്, എല്ലാത്തിനും കാരണക്കാരി ഞാനാണ്. അനുജന്മാരെ ഞാൻ നിർബന്ധിച്ചു കൊണ്ടുപോയതാണ്, അല്ലാതെ അവരാരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. സുഭാഷ് അവളെ സമാധാനിപ്പിച്ചു. അങ്ങനെയൊന്നും പറയല്ലേ. നീ ഈ വീട്ടിൽ വന്നതിന് ശേഷം കുറെ അധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം തന്നെ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. സുനന്ദയുടെ കാര്യം എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ കാര്യങ്ങളെല്ലാം തിരിച്ചാണ് നടന്നത്. എന്നാലും തോറ്റു പിന്മാറാനൊന്നും തയ്യാറായിരുന്നില്ല. ഒടുവിൽ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ഇനി സുനന്ദയുമായിട്ടുള്ള വിവാഹം വേണ്ട. എനിക്കായിട്ട് എവിടെയോ ഒരു പെണ്ണുണ്ട്. നീ തന്നെയല്ലേ പറഞ്ഞത് എനിക്കുള്ള പെൺകുട്ടി എന്റെ മുന്നിലേക്ക് വരുമെന്ന്? പിന്നെ അവൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഒരു പെണ്ണ് കാണാൻ പോയിരുന്നല്ലോ, ആ കുട്ടി എന്നെ വിളിക്കുന്നുണ്ട്. ഇന്നലെ വിളിച്ചില്ല. ചിലപ്പോ ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാത്തത് കൊണ്ടായിരിക്കാമെന്ന് പറയും. ഇത് കേട്ടപ്പോൾ നിധിക്ക് വലിയ വിഷമമായി. കാരണം ആ കാര്യം സുഭാഷ് ഏട്ടനോട് എങ്ങനെ പറയുമെന്നാണ് നിധി ചിന്തിക്കുന്നത്. സുഭാഷ് വീണ്ടും പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ട കേട്ടോ. മറ്റേ മാട്രിമോണി സൈറ്റിലൊക്കെ പരസ്യം കൊടുത്തിട്ടുണ്ടല്ലോ സുനന്ദയുടെ പേര് പറഞ്ഞ്. ഇനി വെറുതെ പ്രശ്നമൊന്നും വേണ്ട. ഇത് പറയുമ്പോൾ നിധിയുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. സുഭാഷ് അത് ശ്രദ്ധിച്ചു. അതെ, വിഷമിക്കേണ്ട. നിധി ഈ വീട്ടിൽ നിൽക്കുമെന്ന് പോലും ഞാൻ വിചാരിച്ചിരുന്നതല്ല. പക്ഷേ നീ കാണിക്കുന്ന ഈ ഒരു സ്നേഹവും കരുതലും ഒക്കെ കാണുമ്പോൾ എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത്. നിധി പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല സുഭാഷ് ഏട്ടാ, എനിക്ക് നിങ്ങളെല്ലാവരും എത്ര നല്ലവരാണെന്നറിയാം. അതും പറഞ്ഞുകൊണ്ടതിന് നിധി നേരെ അകത്തേക്ക് പോയി. പിന്നീട് നിധി സുധീഷിന്റെയും ഹരീഷിന്റെയും അടുത്തേക്ക് ചെന്നു. ഞാൻ കാരണം നിങ്ങൾക്ക് സുഭാഷ് ഏട്ടന്റെ അടുത്ത് നിന്ന് വഴക്ക് കിട്ടിയല്ലേ? നികേഷ് പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല ഏട്ടത്തി. നിധി പറഞ്ഞു, സുഭാഷ് ഏട്ടന്റെ സന്തോഷമാണ് എനിക്ക് പ്രധാനം. അന്നേരം സുധീഷ് പറയുന്നുണ്ട്, നീ ഈ കുടുംബത്തിൽ ഒരാളായി മാറിക്കൊണ്ടിരിക്കുകയാണ് നിധി. ഹരീഷ് ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു, നമുക്ക് മാട്രിമോണിൽ വേറെ ആലോചനകൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അവർ നോക്കിയപ്പോൾ ഒരു പുതിയ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ആ പ്രൊഫൈൽ അവർക്ക് ഇഷ്ടപ്പെട്ടു. സുഭാഷിന്റെ കല്യാണം എത്രയും പെട്ടെന്ന് തന്നെ നടത്തണമെന്ന് തീരുമാനിക്കാണ് അവര്. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാലേ ഇത് നടക്കൂ. സുനന്ദയുടെ വിവാഹം നടന്നില്ല എങ്കിലും ഏട്ടൻ സങ്കടപ്പെടാനൊന്നും പാടില്ല എന്ന് അവർ ഉറപ്പിച്ചു. പിറ്റേ ദിവസം രാവിലെ തന്നെ നിധി അടുക്കളയിലേക്ക് വരുമ്പോൾ സുഭാഷ് അവിടെ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിധിക്ക് ചെറിയൊരു പേടി. ഇന്നലത്തെ കാര്യത്തിന് സുഭാഷ് ഏട്ടൻ തന്നോട് ദേഷ്യം കാണിക്കുമോ എന്ന് പേടിച്ചുകൊണ്ടാണ് അവൾ നികേഷിനോട് അത് ചോദിച്ചു. നികേഷ് പറയുന്നത്, ഏട്ടൻ അങ്ങനെ ദേഷ്യം വെച്ചുകൊണ്ടിരിക്കുന്ന ആളൊന്നല്ല. അന്നേരം നിധി പതുക്കെ സുഭാഷ് ഏട്ടൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, സുഭാഷ് ഏട്ടാ എന്നോട് ദേഷ്യമാണോ? സുഭാഷ് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എന്തിന്? എനിക്ക് നിന്നോട് പിണങ്ങിയിരിക്കാൻ പറ്റുമോ? ദാ ഈ ചായ എടുത്തു കുടിക്ക്. അച്ഛന് ചായ കൊടുത്തോ എന്ന് നിധി ചോദിച്ചപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അച്ഛന്റെ ദേഷ്യമൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല. നീ അത് കൊടുക്കാനൊന്നും പോവണ്ട. പക്ഷേ നിധി നേരെ ചായമാരി ഭാസ്കറിന്റെ അടുത്തേക്ക് ചെന്നു. അയാൾ അവിടെ ഇരിക്കായിരുന്നു. ദാ അച്ഛാ ചായ എന്ന് പറഞ്ഞ് അവൾ വിളിച്ചു. സുഭാഷ് അതൊക്കെ മാറി നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. നിധി ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛാ, അച്ഛൻ എന്നോട് ദേഷ്യമുണ്ടോ? ഇന്നലെ പറഞ്ഞത് കേൾക്കാതെ ഞാൻ സുനന്ദയുടെ വീട്ടിലേക്ക് പോയതിന്? ഭാസ്കരൻ പറയുന്നുണ്ട്, ഏയ് എന്തിനാ മോളെ ഞാൻ ദേഷ്യപ്പെടുന്നത്? എനിക്ക് ദേഷ്യമൊന്നുമില്ല. അയാൾക്ക് നിധിയോട് വലിയ സ്നേഹമായിരുന്നു. എന്നിട്ട് അയാൾ ഒരു വട എടുത്തുകൊണ്ട് തന്നെ അവൾക്ക് കൊടുത്തു. ഇത് നല്ല ചൂടുവടയാ, ഇപ്പൊ വാങ്ങിച്ചു വന്നതേ ഉള്ളൂ. മോൾ ഇത് കഴിക്ക്. ദേ ആ പിള്ളേർക്കൊന്നും കൊടുക്കണ്ട, നീ തന്നെ കഴിച്ചോ എന്ന് സ്നേഹത്തോടെ പറയാണ്. നിധി അത് കഴിച്ചിട്ട് നല്ല രുചിയുണ്ട് എന്ന് പറയും. അങ്ങനെ അവൾ നേരെ അകത്തേക്ക് ചെന്നുകൊണ്ട് തന്നെ നികേഷിനും സുധീഷിനൊക്കെ അത് കൊടുത്തു. അച്ഛൻ വാങ്ങി തന്നതാ എന്ന് പറഞ്ഞപ്പോൾ അച്ഛന് നിധിയോടുള്ള സ്നേഹം നോക്കിക്കേ എന്ന് പറയാണ് അവര്. ഇതേ സമയത്തിന് സുഭാഷ് പണിക്ക് പോവാൻ ഇറങ്ങി. സുധീഷ് വന്ന് ചോദിക്കുന്നുണ്ട്, ഏട്ടാ മറ്റേ കാര്യം മറക്കണം, പുതിയ പെണ്ണിനെ കാണാൻ പോകുന്ന കാര്യം. സുഭാഷ് ചോദിക്കുന്നുണ്ട്, ആദ്യത്തെ ആ ഒരു പെൺകുട്ടിക്ക് എന്ത് പറ്റി? അല്ല, ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയാ പോരെയെന്ന് ചോദിക്കും. ഹരീഷ് പെട്ടെന്ന് തന്നെ ഒരു കള്ളം പറഞ്ഞു, അതേട്ടാ ഞങ്ങൾക്കാർക്കും ആ പെണ്ണിനെ അത്രക്കങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയും. സുഭാഷ് അത്ഭുതത്തോടെ ചോദിച്ചു, എന്ത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നോ? അതോ അവൾക്ക് എന്നെ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ എന്ന് ചോദിക്കും. അതോടുകൂടെ തന്നെ എല്ലാവരും ആകെ വെട്ടിലായ ഒരു അവസ്ഥയിൽ ഇങ്ങനെ പരസ്പരം നോക്കി നിൽക്കുകയായിരിക്കും. കള്ളം പിടിക്കപ്പെട്ടോ എന്നൊരു പേടി എല്ലാവർക്കും ഉണ്ടായിരുന്നു. സുഭാഷിന്റെ ആ ഒരു ചോദ്യം കേട്ടതോടുകൂടി തന്നെ എല്ലാവരും ഒന്ന് പതറി. നിധി പതുക്കെ സുധീഷിനോടും നികേഷിനെയും മുഖത്ത് നോക്കി ഒരു കള്ളം പറഞ്ഞ് സുഭാഷേട്ടനെ സമാധാനിപ്പിക്കാൻ നോക്കിയെങ്കിലും പുള്ളി അത് പിടിച്ച മട്ടാണ്. സുഭാഷ് പെട്ടെന്ന് തന്നെ അവരെങ്ങനെ നോക്കി പതുക്കെ ചിരിച്ചു. എന്താടാ എല്ലാവരും കൂടി ഒരു ഗൂഢാലോചന? സത്യം പറ, അവൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല, അതല്ലേ കാര്യം? നികേഷ് പെട്ടെന്ന് തന്നെ ഇടയിൽ കയറി പറഞ്ഞു. അയ്യോ അതൊന്നുമല്ല സുഭാഷേട്ടാ, ഏട്ടനെ ഇഷ്ടപ്പെടാതിരിക്കാൻ അവൾക്കെന്താ വട്ടാണോ? ഞങ്ങൾ ആലോചിച്ചപ്പോൾ ആ കുടുംബം നമുക്കത്ര ചേരില്ല എന്ന് തോന്നി, അതുകൊണ്ടാണെന്ന് പറയും. സുഭാഷ് അന്നേരം ഒന്നും മിണ്ടാതെ നേരെ മുറ്റത്തേക്ക് ഇറങ്ങി. നിധിക്ക് മനസ്സിലായി സുഭാഷ് ഏട്ടന്റെ ഉള്ളിൽ ഇപ്പോഴും സുനന്ദയുടെ ആലോചന മുടങ്ങിയതിന്റെ ആ ഒരു സങ്കടമുണ്ട് എന്ന കാര്യം. അവൾ പതുക്കെ ചെന്ന് പറഞ്ഞു, സുഭാഷ് ഏട്ടാ, ഏട്ടൻ ഒരിക്കലും സങ്കടപ്പെടരുത്. നമുക്കിതിലും നല്ലൊരു ആലോചന തന്നെ വരും. ഇപ്പൊ വന്ന ഈ ഒരു റിക്വസ്റ്റ് കണ്ടില്ലേ, ഇത് നല്ല കുട്ടിയാണ്, നമുക്കൊന്ന് പോയി നോക്കാമെന്ന് പറയും. അന്നേരം സുഭാഷ് ഒന്ന് ദീർഘനിശ്വാസം വിട്ടു.
നീ പറയുവാണെങ്കിൽ ഞാൻ വരാൻ നിധി. പക്ഷേ എനിക്ക് ഇപ്പോൾ കല്യാണത്തെക്കാൾ കൂടുതൽ ഈ വീടിന്റെ സമാധാനം തന്നെയാണ് പ്രധാനം. അച്ഛന്റെ ഈ ഒരു സ്വഭാവം മാറിയെങ്കിൽ ഏത് പെണ്ണ് വന്നാലും ഇവിടെയൊന്നും നിൽക്കില്ല. ഭാസ്കരൻ ഇതെല്ലാം തന്നെ ദൂരെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. തന്റെ മക്കളുടെ ജീവിതം താൻ കാരണം പ്രതിസന്ധിയിലാവുന്ന തിരിച്ചറിവ് അയാളുടെ ഉള്ളിൽ പതുക്കെ നീറി തുടങ്ങി. അന്ന് വൈകുന്നേരം എല്ലാവരും കൂടി ആ ഒരു പുതിയ പെണ്ണിനെ കാണാൻ വേണ്ടി തീരുമാനിച്ചു. നിധി തന്നെയാണ് സുഭാഷിനെ നിർബന്ധിച്ച് ഒരു പുതിയ ഷർട്ടൊക്കെ ഇടിയിപ്പിച്ചത്. അവർ നേരെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടുത്തെ അന്തരീക്ഷം തികച്ചും വ്യത്യസ്തമായിരുന്നു. പെൺകുട്ടിയുടെ പേര് അഞ്ജലി എന്നായിരുന്നു. വളരെ ശാന്തമായ സ്വഭാവം. ചായയുമായി അഞ്ജലി വന്ന് സുഭാഷിനെ നോക്കി പുഞ്ചിരിച്ചു. സുഭാഷേട്ടൻ ആദ്യമായിട്ട് സുനന്ദയോടല്ലാതെ മറ്റൊരാളോട് ഇങ്ങനെ സ്നേഹത്തോടെ പോസിറ്റീവായി സംസാരിക്കുമ്പോൾ വല്ലാത്തൊരു എനർജി തോന്നാണ്. അഞ്ജലിയുടെ അച്ഛൻ ഭാസ്കരനെ നോക്കി പറഞ്ഞു, നമുക്ക് പഴയ കാര്യങ്ങളൊന്നും ഇനി നോക്കണ്ട ഭാസ്കര. മക്കൾക്ക് പരസ്പരം ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഈ ബന്ധം അങ്ങ് ഉറപ്പിക്കാമെന്ന് പറയും. ഇത് കേട്ടപ്പോൾ ഭാസ്കരന്റെ കണ്ണുകൾ നിറഞ്ഞു. നാട്ടുകാരുടെ പരിഹാസം മാത്രം കേട്ട് ശീലിച്ച അയാൾക്ക് ആ വാക്കുകൾ വല്ലാത്തൊരു ആശ്വാസം തന്നെയായിരുന്നു. തിരികെ വീട്ടിലേക്കുള്ള യാത്രയിൽ സുഭാഷ് ഒട്ടും തന്നെ സംസാരിച്ചില്ല. പക്ഷേ അവന്റെ മുഖത്ത് വല്ലാത്തൊരു തെളിച്ചമുണ്ടായിരുന്നു. രാത്രി നിധി ചോദിച്ചു, എങ്ങനെയുണ്ട് സുഭാഷേട്ടാ? അഞ്ജലിക്ക് ഏട്ടനെ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് അവളുടെ ചേച്ചി എന്നോട് വിളിച്ചു പറഞ്ഞു. അന്നേരം സുഭാഷ് ഒന്ന് ചിരിച്ചു. അവള് നല്ല കുട്ടിയാ നിധി, എനിക്ക് സമ്മതമാണെന്ന് പറയാണ് സുഭാഷ്. ആ വാർത്ത കേട്ടതും സുധീഷും നികേഷും ഹരീഷും എല്ലാവരും ആവേശത്തിലായി. വർഷങ്ങൾക്ക് ശേഷം ആ വീട്ടിൽ വീണ്ടും ഒരു സന്തോഷ വാർത്ത മുഴങ്ങി. ഭാസ്കരൻ പതിയെ നിധിയുടെ അടുത്തേക്ക് വന്ന് പറയുന്നുണ്ട്, മോളെ, നീ വന്നതിന് ശേഷമാണ് ഈ വീട്ടിൽ ഇങ്ങനൊരു വെളിച്ചം വന്നത്. അന്ന് ഞാൻ വഴക്ക് പറഞ്ഞതിനൊന്നും മോൾക്ക് എന്നോടൊന്നും തോന്നരുത് കേട്ടോ. നിധി അച്ഛന്റെ കൈ പിടിച്ച് പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല അച്ഛാ, നമുക്കിനി ഇവിടെ സന്തോഷമായിട്ടിരിക്കാമെന്ന് പറയും. അങ്ങനെ സുഭാഷിന്റെയും അഞ്ജലിയുടെയും വിവാഹം നിശ്ചയിച്ചു. പഴയ സങ്കടങ്ങളും പിണക്കങ്ങളും എല്ലാം മറന്നുകൊണ്ട് തന്നെ ആ കുടുംബം പുതിയൊരു ജീവിതത്തിലേക്ക് ചുവടുവെക്കുകയായിരുന്നു. ആ നാട്ടുകാർക്കെല്ലാം മുന്നിൽ തന്നെ തലയുയർത്തി നിൽക്കാൻ ഭാസ്കരനും മക്കൾക്കും സാധിച്ചു. നിധിയുടെ സ്നേഹവും കരുതലും തന്നെയാണ് ആ തകർന്ന വീടിനെ, ആ കിളിക്കൂടിനെ ഒരു കൂടാക്കി മാറ്റിയത്. അങ്ങനെ സുഭാഷേട്ടന്റെ വിവാഹം നിശ്ചയിച്ചതോടുകൂടി തന്നെ പിന്നീട് അങ്ങോട്ടേക്ക് വരാൻ പോകുന്ന നല്ല സംഭവബഹുലമായിട്ടുള്ള സൂപ്പർ രംഗങ്ങളൊക്കെ തന്നെയാണ്. കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.